Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യൻ ആയിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അപ്പം അതിൽ ശ്രീല പ്രഭുപാദും തന്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ഇടപഴകലുകൾ അതിനകത്ത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 3 വോളിയം ബുക്കാണ്. അതിൽ 1-ാം വോളിയത്തിൽ വായിച്ചൊരു കാര്യം. അതിൽ ഓരോരോ ശിഷ്യന്മാര് അവരുടെ സാക്ഷാത്കാരങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിൽ ഒരു ഡിവോട്ടിയാണ് ത്രിഭുവനാഥ് ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി. അദ്ദേഹം ഈ അയർലൻഡിൽ നിന്നുള്ളൊരു ഭക്തനാണ്. അദ്ദേഹം ഒരുപാട് ഇസ്കോണിന്റെ ലീഡർഷിപ്പിലൊക്കെ വന്ന ഒരു ഡിവോട്ടിയാണ്. ആദ്യമായിട്ട് അറബിക് ഭഗവത്ഗീത പ്രിന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരു ഡിവോട്ടിയാണ് ത്രിഭുവനാഥ് ദാസ്. അദ്ദേഹം 2001 മരണപ്പെട്ടു. അപ്പോൾ ആ ഡിവോട്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് ബറി പ്ലേസ് ടെമ്പിളിലെ ആദ്യത്തെ ടെമ്പിൾ പ്രസിഡന്റ്, ലണ്ടനിലെ ആദ്യത്തെ ടെമ്പിൾ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത് പ്രഭുപാദുമായിട്ട് അവിടെ നടക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ചെറിയൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു വേളയിൽ പ്രഭുപാദിന്റെ കൂടെ സെന്റ് ജെയിംസ് എന്ന് പറഞ്ഞൊരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു. പ്രഭുപാദ് റിപ്പീറ്റഡ് ആയിട്ട് ആ സ്ഥലത്തുകൂടെ പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പ്രഭുപാദ് ശിഷ്യന്മാരെല്ലാരും കൂടെ ആ പാർക്കിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു കോൺക്രീറ്റ് ബെഞ്ച് അവിടെ ഉണ്ടായിരുന്നു. ആ കോൺക്രീറ്റ് ബെഞ്ചിൽ കുറെ പക്ഷി കാഷ്ടങ്ങളും അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ പ്രഭുപാദ് ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പം ശിഷ്യന്മാർക്ക് എന്ത് പറയണം എന്ന് അറിയത്തില്ല, എന്താണ് പ്രഭുപാദ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇനി എങ്ങനെ അത് വല്ലോ ഈ അതിന്റെ രൂപത്തിനെ കുറിച്ചാണോ എന്താണ് ഒന്നും മനസ്സിലായില്ല, എന്തോ പറയണോ. അപ്പൊ കുറച്ചു നേരം ഒന്നും അവർ മിണ്ടാതിരുന്നു. എന്നിട്ട് അപ്പം പ്രഭുപാദ് അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് പ്രഭുപാദ് അതിലൂടെ 2-3 വട്ടം പോയിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അത് പ്രഭുപാദ് നോട്ട് ചെയ്തതാണ്. പ്രഭുപാദ് പറയാണ്, ഒരു പക്ഷി ഈ ഒരു ബെഞ്ചിലാണ് രാത്രി ഉറങ്ങുന്നത്, രാത്രി അത് റെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ബെഞ്ചിലാണ്, അതാണ് അതിന്റെ കാഷ്ടമൊക്കെ അവിടെ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഒരു പക്ഷിക്ക് പോലും അതിന്റെ വാസസ്ഥാനത്തോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കണം എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. ത്രിഭുവനാഥ് പ്രഭു പറയാണ്, നമുക്ക് ഒരു വാസസ്ഥാനം ഉണ്ട് എന്ന് വിചാരിച്ച് വച്ചിട്ട് നമ്മൾ അതിൽ അറ്റാച്ച്ഡ് ആയി പോകാൻ പാടില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതെല്ലാം വിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ്. അതുകൊണ്ട് ഒന്നിനോടും അധികം അറ്റാച്ച്ഡ് ആവാനായിട്ട് പാടില്ല എന്നുള്ളൊരു തത്വം അവിടെ പ്രഭുപാദ ചെറിയൊരു ഉദാഹരണത്തിലൂടെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു എന്ന്